ഭാഗം 2 പവർ ഓഫ് മൈൻഡ്, ഫിക്ഷൻ ഓർ സയൻസ്. വെൽക്കം ബാക്ക്. ഞാൻ CBKS, കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസില് ഭൗതിക ശാസ്ത്രത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. മെറ്റീരിയൽ സയൻസില് ഫ്യൂവൽ സെൽസിലാണ് PhD നേടിയത്. 10ഓളം വർഷമായി ഞാൻ കുട്ടികളുമായി ശാസ്ത്ര വിഷയങ്ങളിൽ ഇടപെടുകയും സംവദിക്കുകയും ചെയ്യുന്നു. ഈ കോഴ്സ് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എയ്സ് ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ കഴിഞ്ഞ ലെക്ചേഴ്സ് കണ്ട ശേഷം എന്റെ പ്രിയ സുഹൃത്ത് ബാസിത്ത് പറയുണ്ടായി, ഞാൻ ആരാണെന്നും ആരെ ഉദ്ദേശിച്ചാണ് ക്ലാസ് എടുക്കുന്നതെന്നും പറയണമെന്ന്. ബാസിത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അച്ഛനിൽ നിന്നാണ് ഫിസിക്സ് അറിയുന്നതും ഇഷ്ടപ്പെടുന്നതും. സെന്റ് മൈക്കിൾസ് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛൻ എല്ലാ ദിവസവും മസാല ദോശ മേടിച്ചു തരുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ സിനിമ കാണുമായിരുന്നു. ആ സിനിമ പലതും സയൻസ് ഫിക്ഷനുമായിരുന്നു. പറഞ്ഞു വരുന്നത്, കുട്ടിക്കാലം തൊട്ടേ അച്ഛനുമായി സിനിമ കാണാൻ സാധിച്ചത് തന്നെയായിരിക്കാം ഈ വിഷയത്തോട് ഇത്ര അടുപ്പം. യോധയിലെ ഉണ്ണിക്കുട്ടനും കാൾ സാഗൺ പരമ്പരകളും കുട്ടിക്കാലത്ത് എന്നെ സന്തോഷിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസിന്റെ തുടക്കം എന്ന നിലയ്ക്ക് പറയാനുള്ളത്, MRI സ്കാനുകൾ ഉപയോഗിച്ച് ഇന്ന് സയന്റിസ്റ്റുകൾക്ക് നമ്മുടെ ബ്രെയിനിൽ പ്രചരിക്കുന്ന ചിന്തകൾ വായിക്കാൻ കഴിയും. അതുമാത്രമല്ല, ബ്രെയിനിൽ ഒരു ചിപ്പ് ചേർക്കാനും ഇന്ന് സാധിക്കും. ഈ അവസരത്തിൽ ഞാൻ ഒരു സയൻസ് ഫിക്ഷൻ മൂവി പരിചയപ്പെടുത്താം. സിനിമയുടെ പേര് അപ്ഗ്രേഡ്. ഒരു ചിപ്പ് ഘടിപ്പിച്ച് ടെക്നോഫോബ് ആണ് ഇതിലെ നായകൻ ഗ്രേ ട്രേസ്. ഒരു തളർവാദ രോഗത്തിനു ശേഷം ശരീരത്തെ നിയന്ത്രിക്കാൻ ഒരു ചിപ്പ് ഘടിപ്പിക്കുന്നതാണ് കഥ. ആ ക്ലിപ്പ് നമുക്ക് കാണാം. As a quadriplegic, it must be frustrating for you, someone who likes to get things done with their hands. Here's the thing. 4 guys murdered my wife. If I could find those men, I'd do it. What if I told you I could offer you something that would enable you to walk again? I call it STEM, a computer chip that has the potential to change everything. It's a new, better brain. I am STEM, the system operating your body for you. Can anybody else hear you? No, only you. May I point something out? In the drone surveillance footage, Sir Bradner, Marine Corps, address 414 Citrus, New Ground. You'll need a plan. I got this. This doesn't seem like a well-thought-out plan. Stop! Help! I need your permission to operate independently. Permission granted! Thank you. Stay down, man. Sam, he's got a knife! I see that. We have a knife too. ഇപ്പോൾ കണ്ടത് ഇന്ന് സാധ്യമാണ്. പൂർണ്ണമായി തളർന്നു നിൽക്കുന്ന ഒരു രോഗിയെ കമ്പ്യൂട്ടർ ഗേറ്റുകൾ വഴി കമ്പ്യൂട്ടറിലോട്ട് ഇന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ആ രോഗിക്ക് വെബിൽ സർഫ് ചെയ്യാനും ഇമെയിലുകൾ വായിക്കുവാനും എഴുതുവാനും വീഡിയോ ഗെയിം കളിക്കുവാനും വീൽ ചെയർ നിയന്ത്രിക്കുവാനും വീട്ടുപകരണങ്ങൾ പ്രവർത്തിക്കുവാനും ചിന്തയിലൂടെ മാത്രം കഴിയും. വാസ്തവത്തിൽ അത്തരമൊരു രോഗിക്ക് ഒരു സാധാരണ കമ്പ്യൂട്ടർ വഴി അവൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാൻ സാധിക്കും. തളർവാദം ബാധിച്ച ഒരു രോഗിയുടെ തലച്ചോറിനു ചുറ്റും ഒരു ബ്രെയിൻ ഗേറ്റ് വഴി ഒരു എക്സോസ്കെലറ്റനുമായി ബന്ധിപ്പിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് വളരെയധികം മുന്നോട്ട് ന്യൂറോ സയൻസിന്റെ റിസർച്ചിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ദിവസം ഈ രോഗികൾക്കെല്ലാം സാധാരണമായ ഒരു ജീവിതം നയിക്കാൻ സാധിച്ചേക്കും.
മാരകമായ അപകടങ്ങളിൽ ഇതുപോലെ ഒത്തിരി രോഗികൾ ദിനംപ്രതി ഉണ്ടാകാറുണ്ട്. അവർക്ക് തിരിച്ച് സാധാരണ ജീവിതത്തിലോട്ടുള്ള വരാനുള്ളൊരു വഴിയും കൂടെയാണ് ഈ റിസർച്ചുകൾ. ഒരു ദിവസം നമ്മുടെ ബഹിരാകാശ യാത്രികർ അവരുടെ സ്വീകരണ മുറിയിൽ നിന്നുകൊണ്ട് മെക്കാനിക്കൽ സർഗേറ്റിനെ മാനസികമായി നിയന്ത്രിച്ചുകൊണ്ട് ഗ്രഹങ്ങളെ പരിവേഷണം ചെയ്തെന്നുമിരിക്കാം. ഈ രീതിയിലുള്ള റിസർച്ച് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റിനെ പരിചയപ്പെടുത്താം. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ ഈ റിസർച്ച് നടക്കുന്നത്. ജോൺ ഡോണോ എന്നാണ് ആ ആളുടെ പേര്. തളർന്നു കിടക്കുന്ന ആൾക്കാർക്ക് ചലനം റിസ്റ്റോർ ചെയ്യാൻ നൂതനമായ ബ്രെയിൻ കൺവേർട്ടേഴ്സ് അഥവാ ബ്രെയിൻ ഗേറ്റുകൾ വികസിപ്പിച്ചെടുത്ത പ്രശസ്തനായ ന്യൂറോ സയന്റിസ്റ്റാണ് പ്രൊഫസർ ഡോണോ. ഒരു വീഡിയോ കാണാം. She's part of a pioneering study run by researchers at Brown University in the US. People who are paralyzed have their brain disconnected from their body, so they're not able to go out and do everyday things that you and I can do, like reach for a glass of water or scratch your nose. And I think many of us don't realize how debilitating it is, especially for people who have the severest forms of paralysis. That's called tetraplegia, where they can't move their arms and legs because there's been damage to the spinal cord or a stroke that's cut the pathway from the brain to the spinal cord. So our idea is to bypass that damaged nervous system and go directly from the brain to the outside world, so the brain signals can not control muscles but control machines or devices like a computer or a robotic limb. The trial is called BrainGate. The team announced their first success in 2006. Matt Nagel was left paralysed in all 4 limbs after he was stabbed, but using the BrainGate system, he could control a cursor on a computer screen with his thoughts. I'm going to open the first email, which says congrats. It says you are doing a great job. Next, I'm going to open the second email, which states hi there. It says hi, we'll talk soon. Now I'm going to the exit. Next, I'm going to paint a circle. This kind of brain-machine system has been tested before in monkeys. The BrainGate studies show that it works in humans too. So how exactly does it work? There are 3 main components to any brain-machine interface or brain-computer interface. There's a sensor, there's a decoder, and there's a assistive technology. The sensor is a tiny array of electrodes connected to a bundle of gold wires. It's implanted in the patient's motor cortex, the part of the brain that commands body movements. The brain activity recorded by the sensor is relayed to a computer, the decoder, and that then instructs the assistive technology. A cursor is one thing, but an arm is quite another. There's really a big challenge in moving a cursor on a screen, which sort of slides around in just 2 dimensions really on a flat surface, to controlling something as sophisticated as a robotic arm that has a hand and an elbow and a shoulder and can virtually move around anywhere. To design the arm, the BrainGate team worked with robotics experts in the US and Germany. One big challenge, because no one wants a clumsy robot, was to make it react to its environment. So when it collides with a target, the bottle, it grabs it. But when there's an unexpected collision, it stops moving and enters safety mode. Eventually, the researchers hope to build an arm that works as smoothly as a real one and can cope with more complicated tasks like brushing teeth. They'd also like to make a wireless version, so the device doesn't need to be plugged directly into the patient's head. But for now, they're celebrating their progress with Kathy. All of us were standing in awe, more or less, because we were watching her drinking the coffee, and it was really such a stunning scene. That was a special moment for all of us. It was a magic moment. In the nearly 15 years before that event, every time she wanted to take a drink of something, a caregiver would need to place the cup or the bottle into a holder that would be placed near her wheelchair, position that bottle just right. To see her with that robotic arm reach out and pick up that cup of coffee and serve herself that coffee for the first time in nearly 15 years, it was an incredible moment.
ഈ അവസരത്തിൽ ഒരു സിനിമ പരിചയപ്പെടുത്തുന്നു, ദി മാട്രിക്സ്. ഞാൻ +1 പഠിക്കുന്ന സമയം ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മാട്രിക്സ്. ഭാവിയിൽ മനുഷ്യരാശി മുഴുവൻ ഒരു സിമുലേറ്റഡ് റിയാലിറ്റിയിൽ അകപ്പെടുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമറായ തോമസ് ആൻഡർസൺ അഥവാ നിയോ എന്ന ഹാക്കർ ഈ സത്യം മനസ്സിലാക്കുന്ന രംഗം വളരെ പ്രിയപ്പെട്ടതാണ് എനിക്ക്. നമുക്കതൊന്ന് കാണാം. Do you want to know what it is? The Matrix is everywhere. It is all around us. Even now, in this very room. You can see it when you look out your window or when you turn on your television. You can feel it when you go to work, when you go to church, when you pay your taxes. It is the world that has been pulled over your eyes to blind you from the truth. What truth? That you are a slave, Neo. Like everyone else, you were born into bondage, born into a prison that you cannot smell or taste or touch. A prison for your mind. Unfortunately, no one can be told what the Matrix is. You have to see it for yourself. This is your last chance. After this, there is no turning back. You take the blue pill, the story ends. You wake up in your bed and believe whatever you want to believe. You take the red pill, you stay in Wonderland, and I show you how deep the rabbit hole goes. Remember, all I'm offering is the truth, nothing more. ബ്രെയിൻ സ്കാനുകളിലൂടെ ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് നിങ്ങളുടെ ഓർമ്മകൾ കമ്പ്യൂട്ടർ മെമ്മറികളിൽ സൂക്ഷിക്കാൻ കഴിയും. നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ ഹോബികൾ എന്നിവ ഇപ്പോൾ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ്, അലക്സ, സിറി എന്നീ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നത് ഇവിടെ പ്രസക്തമാണ്. മെമ്മറി ഇതുപോലെ തന്നെ ശേഖരിക്കാൻ കഴിയുന്നത് പോലെ പുതിയ ചിന്തകൾ, സാങ്കേതിക വിവരങ്ങൾ തീർച്ചയായും ഒരു ദിവസം മനസ്സിലേക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുമായിരിക്കും. ആ ദിവസം വളരെ സ്പെഷ്യലായിട്ട് ഞാൻ കാണും. കാരണം ഇന്ന് വരെ നമ്മൾ പഠിക്കുന്ന രീതി എന്താണ്? മെമ്മറിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പരീക്ഷകൾ ജയിക്കുന്നതും PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നതും. കുത്തബ് മിനാറിന്റെ പൊക്കം ഓർത്തിരുന്നിട്ട് തന്നെയാണ് റിയാലിറ്റി ഷോയിൽ വിജയിക്കുന്നതും. ഈ പഠന രീതി തീർത്തും മാറും. മനസ്സിന്റെ ഇന്റർനെറ്റ് വരുന്നതിലൂടെ മെമ്മറി വർദ്ധിക്കുക മാത്രമല്ല, നമ്മൾ പുതിയ ചിന്തകൾ, പുതിയ വികാരങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ വരെ വീഡിയോ ടേപ്പ് ചെയ്ത് അത് ഇന്റർനെറ്റിലുടനീളം ബ്രെയിൻ മെയിലുകൾ ചെയ്തുവെന്ന് വരാം. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സമ്പ്രദായം തന്നെ മാറ്റപ്പെടുന്ന ആ ദിവസത്തെ ഡൂംസ് ഡേ എന്നും പഴയ ജനറേഷൻകാരും ലിബർട്ടി ഡേ എന്നും പുതിയ ജനറേഷൻകാരും വിളിക്കും. ഇത് സയൻസ് ഫിക്ഷൻ അല്ല കേട്ടോ. സയൻസ് ഫിക്ഷൻ ആണോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരാളെ പരിചയപ്പെടുത്താം. ഡോക്ടർ ഗാലന്റ്, പ്രൊഫസർ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ബെർക്ക്ലി. ആളുകളുടെ ചിന്തകളെ വീഡിയോ ടേപ്പ് ചെയ്യുന്നു. ആന്തരിക ഇമേജറി ഉപയോഗിച്ച് ഒരു ഇന്റലിജൻസ് നിർമ്മിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇത് തീർത്തും സയൻസ് ആണെന്ന് മനസ്സിലാക്കും.
My name is Jack Gallant. I'm a professor of psychology and neuroscience here at UC Berkeley, and my lab works on vision. That's our main focus is on the visual system. And vision's a really important thing to work on because humans are very visual animals. And when humans have damage to their visual system, they're really incapacitated. And natural vision is a lot like watching a movie. So essentially, we were trying to build a model that describes how your brain responds to movies. So if the external world is a certain kind of movie, we want to be able to build a dictionary that will allow us to accurately predict what the brain activity would be that would be evoked by that movie. And then given some brain activity, we want to be able to reconstruct the movie that you saw. So on the left here we have a movie that we showed a subject in the magnet, and on the right we have a brain. And you can see the brain activity is painted here on the side of the brain, but the brain's kind of crunched up in the skull, so it's hard to visualize. So we kind of inflate it and then we flatten it out, and we can see a flat map of the visual cortex and the rest of the brain as the person watches the movie. The problem here for us is to translate between these movies that occur and this pattern of brain activity that occurs. And in the study we talked about in our paper, we just modeled this very back part of the brain, the early visual system, primary visual cortex. And that part of the brain responds to the little local features in the movie, little edges and colors and pieces of motion and texture. But this part of the brain doesn't know anything about what the objects are in the movie. First, we put people in the magnet for several hours and we show them movies and we build a model of their brain. And then in the second part, we put them back in the magnet, we show them new movies, and we measure their brain activity, and we decode their brain activity in order to reconstruct the movie. So on the left here is the movie we actually showed people, and on the right is our reconstruction. When the movie that we showed has a fairly common object like a person, our reconstructions are actually fairly accurate. But when the movie that we showed is something rarer, as you'll see in a second, like this abstract thing, then our reconstructions are coarser. I think you'll be able to use this kind of technology for communicating with people who can't communicate, like locked-in patients or people with neurological diseases. I think you could maybe use this in some forms of psychotherapy or dream analysis. I think there's a lot of potential clinical applications for this. When this model worked, we were very happy because it was really quite surprising that it would work at all. We're only taking snapshots of the brain every 1 or 2 seconds, and our reconstructions of movies happen at the movie rate. So that's much faster, and there's no reason one would think that this would work. And in fact, most of our colleagues just told us this would never work. So it was pretty surprising and satisfying when it actually worked. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും UC ബെർക്ക്ലിയിലും നടക്കുന്ന ഗവേഷണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ട് ഒത്തിരി ഉൾക്കാഴ്ച നൽകുന്നവയാണ്. നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള ശക്തിയും സാങ്കേതികവിദ്യയും ഉടനടി ഉണ്ടായേക്കാം. അസാധാരണമായ ശക്തികൾ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പുരോഗതി കൈവരിച്ചുകൊണ്ടേയിരിക്കുന്നു. മാനസികവും കലാപരവും ഗണിതശാസ്ത്രപരവുമായ കഴിവുകൾ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന ഹ്യൂമനോയിഡുകൾ ഉടനെ ഉണ്ടാകാം. ഇപ്പോൾ കുരങ്ങുകളിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന ജീനുകൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തലച്ചോറിന്റെ പരിണാമ ഉത്ഭവത്തെക്കുറിച്ച് സമാനതകളില്ലാത്തൊരു കാഴ്ച നൽകുന്നു. മെമ്മറി, മാനസിക പ്രകടനം എന്നിവ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ജീനുകൾ ഇതിനകം തന്നെ നമ്മൾ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. ഈ കണ്ണു തുറക്കുന്ന മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച ആവേശവും വാഗ്ദാനവും വളരെ വലുതാണ്. ഇവയെല്ലാം രാഷ്ട്രീയക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. 2013 പ്രസിഡന്റ് ബാരക് ഒബാമയും യൂറോപ്യൻ യൂണിയനും 2 സ്വതന്ത്ര പ്രൊജക്ടുകൾ കോടിക്കണക്കിന് ഡോളർ ധനസഹായം പ്രഖ്യാപിച്ചു. എന്തിനാണ്? സങ്കീർണമായ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുക എന്നതിന്. ആധുനിക ശാസ്ത്രത്തിന്റെ പരിധികൾക്കപ്പുറത്ത് പ്രതീക്ഷകളില്ലാതെ കണക്കാക്കപ്പെട്ടിരുന്ന ബ്രെയിനിന്റെ സങ്കീർണമായ ന്യൂറൽ സർക്യൂട്ടുകൾ ഇപ്പോൾ 2 പ്രധാന പ്രൊജക്ടുകളുടെ കേന്ദ്രമാണ്. അത് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് പോലെ ശാസ്ത്രീയവും മെഡിക്കൽ ഫീൽഡിൽ അത്ഭുതവുമായി മാറിയേക്കാം. ഇത് മനസ്സിന് സമാനതകളില്ലാതെ ഉൾക്കാഴ്ച നൽകുമെന്ന് മാത്രമല്ല, പുതിയ വ്യവസായങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ
പുതിയ വീഥികൾ തുറക്കുകയും ചെയ്യും. ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരു സിനിമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. സിനിമയുടെ പേര് തന്മാത്ര. 2005 മലയാളത്തിൽ ഇറങ്ങിയ സിനിമയാണ് തന്മാത്ര. സംവിധായകൻ ബ്ലെസി പത്മരാജന്റെ ഷോർട്ട് സ്റ്റോറിയായ ഓർമ്മ എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ രമേശ് എന്ന് പറയുന്ന കഥാപാത്രത്തെ മോഹൻലാലാണ് അവതരിപ്പിക്കുന്നത്. രമേശിന് അൽസൈമേഴ്സ് ഡിസീസാണ്. അതുകൊണ്ടുണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ആ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. ആ സിനിമ നമ്മളെ ഒത്തിരി തൊട്ടിട്ടുണ്ടാവും. തന്മാത്ര 5 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് വാരിക്കൂട്ടിയത്. ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയ എല്ലാ പ്രധാന അവാർഡുകളും ഈ സിനിമ വാരിക്കൂട്ടി. അത്രമേൽ ആ സിനിമ നമ്മളെ തൊട്ടിട്ടുണ്ട്. എങ്കിൽ അതിനെ ചേർത്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. തലച്ചോറിന്റെ ന്യൂറൽ പാതകൾ ഒടുവിൽ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് മാനസിക രോഗത്തിന്റെ കൃത്യമായ ഉറവിടം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആ സിനിമകളിൽ കണ്ട കഷ്ടതകൾക്കൊക്കെ ഒരു പരിഹാരമായി തീർന്നേക്കാം. നമ്മളിപ്പോൾ ന്യൂറോ സയൻസിന്റെ പുതിയ സുവർണ കാലഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എഐയുടെ ഭാവിക്ക് തന്നെ അടിത്തറയാകുന്ന ശാസ്ത്രജ്ഞന്മാരെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഒന്ന്, ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും എല്ലാം തന്നെ ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങളെ കർശനമായി അനുസരിക്കുന്നവയാണ്. 2, ദൂരവ്യാപകമായ പല ആശയങ്ങളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തത്വത്തിന്റെ തെളിവ് കാണിക്കുന്ന പ്രോട്ടോടൈപ്പുകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മൈൻഡ് പവർ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സയൻസ് തന്നെയാണ്. ഒരു ആക്ടിവിറ്റി ചൂടെ പറയുന്നു. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും UC ബെർക്ലിയിലും നടക്കുന്ന ന്യൂറോ സയൻസ് ഗവേഷണത്തെ പറ്റി 1 പേജ് റൈറ്റപ്പ് എഴുതി ഒരാഴ്ചയ്ക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.